ഓടിച്ച് ടെൻറ്റ് ലൈഫ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇത് ബേസിക്കലി വാഗമൺ ഭാഗത്താണ്. പക്ഷെ നമ്മൾ വിചാരിച്ച അത്രയും തണുപ്പൊന്നുമില്ല, നമ്മുടെ ക്ലൈമറ്റ് അത്രയും സെറ്റല്ലല്ലോ. ഇതൊരു അടിപൊളി പ്ലേസ് ആണ്. അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയ ഒരു മേജർ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആക്ച്വലി 3 പേരാണ് അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ഇന്ന് ആക്ച്വലി ഇവിടെ വേറെ ഒരു ബുക്കിങ്സും ഇല്ല, ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ. നമ്മൾ റോഡിൽ നിന്ന് ഇറങ്ങി വരുമ്പം ഇതുണ്ടോ, ഇതൊരു ഭയങ്കര ഒരു സ്റ്റീപ്പായിട്ടുള്ളൊരു ഇറക്കമാണ്. ഇപ്പോൾ നാളെ തിരിച്ച് വണ്ടി എങ്ങനെ കയറുമെന്ന് അറിയാൻ പാടില്ല. ഇതുണ്ടോ, അപ്പോൾ ഇവിടെയാണ് റോഡ് വരുന്നത്. നമ്മളിങ്ങനെ ഇറക്കി ഇങ്ങനെ വന്ന് നമ്മൾ ഇതുവഴി ഇങ്ങനെ വണ്ടി ഇങ്ങനെ കയറ്റി ഇങ്ങനെ അങ്ങ് കയറി പോയായിരുന്നു ചെയ്തത്. Beware of reptile. ഇതാണ് നമ്മൾ ഇന്നലെ നൈറ്റ് കയറി പോയ സ്ഥലത്തിൻ്റെയൊക്കെ ഒരു ഡേ ടൈം വ്യൂ. നല്ല രസമുണ്ട്. ചുറ്റും ഏലത്തോട്ടമാണ് കേട്ടോ, 2 സൈഡിലും ഏലത്തോട്ടം. അടിപൊളി. എവിടെ മുകളിൽ ടെൻസ് കാണുന്നുണ്ടോ? ഇത് അത്യാവശ്യം ചെറിയൊരു കയറ്റമുണ്ട്. പക്ഷെ ഇവർ നമുക്ക് കയറാൻ എളുപ്പം കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ തടിയൊക്കെ വെച്ചിട്ട് ഒരു സ്റ്റെപ്സിൻ്റെ ഫോമാറ്റിൽ പരിപാടിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ പുതിയ 2 ടെൻസും കൂടെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ബെഡൊക്കെ സെറ്റാക്കി വെക്കുന്നതാന്ന് തോന്നുന്നു. ഇവിടെ ഓൾറെഡി ഒരു 6 ടെൻസ് ഉണ്ട്. ഇവിടെ ഒരു റേസ്റ്റ് കുറച്ച് പൊക്കത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ടെൻറ്റിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ സംഭവം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെന്താ നമ്മൾ ചോദിച്ചായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞത് ഈ നല്ല വെയിലായതുകൊണ്ട് ആ വെയിൽ ഡയറക്റ്റ് ഹിറ്റ് ചെയ്തിട്ട് ഈ ടെൻസൊക്കെ മോശമായി പോകുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണെന്ന് പറഞ്ഞേക്കുന്നത്. ഈ നമ്മൾ പതിവില്ലാതെ ഇങ്ങനത്തെ ഒരു കയറ്റമൊക്കെ കയറി വന്നതിൻ്റേതായ ഒരു ചെറിയ അണക്കൽ സംഭവിക്കുന്നുണ്ട്. സൗണ്ടിലൊക്കെ എനിക്ക് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. ടോമിനെ നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളൊരു മലയാളി വെറ്റ്സ് ബംഗാളി എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം കുറേ ആളുകൾ കണ്ടൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ തോമസ് ആണ് ഞാനീ പറഞ്ഞ കക്ഷി. അപ്പോൾ ആൾ ബേസിക്കലി ഷിപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പുള്ളി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനും ടോമും കെവിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റൊരു ഫ്രണ്ടും കൂടെയാണ് നമ്മൾ ട്രാവൽ ചെയ്തത്. കെവിൻ ബേസിക്കലി ദുബായിലാണ്. എല്ലായിടത്തും നല്ല ലൈറ്റ്സ് ഇങ്ങനെ ഫിക്സ്ഡ് ആണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ചേട്ടനോട് റിക്വസ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഫുൾ ലൈറ്റ് ഓഫാക്കി. അപ്പോൾ ലൈറ്റ് ഓഫാക്കി കഴിഞ്ഞപ്പോൾ സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഡാർക്കായിരുന്നു, നല്ല ഇരുട്ടായിരുന്നു. മറ്റേ പിച്ച് ഡാർക്ക് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അടുത്തുള്ള ഈ മലയുടെ ബാക്കിലുള്ള സ്ഥലങ്ങളിലൊക്കെ ചെറിയ വീടുകളും പരിപാടികളിലും ഒക്കെ ലൈറ്റ്സ് ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഇരുട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അപ്പോൾ ബേസിക്കലി നമ്മൾ ലൈറ്റ് ഓഫ് ആക്കി എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു നൈറ്റ് ഫോട്ടോഗ്രാഫി എടുക്കാനുള്ളൊരു കേപ്പബിലിറ്റി ഇപ്പോഴത്തെ പിക്സൽ ഫോൺസിനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ലൈറ്റ്സ് ഓഫ് ചെയ്തായിരുന്നു. ഇതുണ്ടോ, ടെൻസിൻ്റെ മുകളിലൊക്കെ നമുക്ക് ചെറിയ മഞ്ഞു തുള്ളികൾ ഇപ്പോഴും കാണാം. ഇപ്പോൾ സമയം ഏകദേശം രാവിലെ 8:30 കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ വേറൊരു അടിപൊളി എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടായത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ വരുമ്പോൾ തന്നെ നമ്മളിവിടെ കൈൻഡ് ഓഫ് നമുക്കൊരു ഇൻവൈറ്റ് കിട്ടിയത് ഭയങ്കര ചീവീടിൻ്റെ സൗണ്ടായിരുന്നു. കേൾക്കുന്നുണ്ടോ? ചീവീടിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? നമ്മുടെ തൊട്ടടുത്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. കൊള്ളാല്ലേ? അതായത്
നമുക്ക് ഇത് ഒറിജിനൽ ആണോ എന്ന് പോലും തോന്നുന്ന പോലത്തെ സൗണ്ട്സിൽ നമുക്ക് ചീവിടുന്ന സൗണ്ട് കിട്ടുന്നുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ വിചാരിച്ചിരുന്നു ഉറക്കമൊക്കെ ചിലപ്പോൾ പണി കിട്ടുമായിരിക്കും. പക്ഷേ താങ്ക്ഫുള്ളി നമുക്ക് ഉറക്കം അത്ര ഡിസ്റ്റർബ്ഡ് ആയിരുന്നില്ല. പക്ഷെ നമ്മൾ എപ്പോഴൊക്കെ ഈ സ്റ്റെപ്പ് വഴി രാത്രി ഇറങ്ങി വരാൻ ശ്രമിച്ചു, ആ സമയത്തൊക്കെ ചീവീടൊക്കെ ഇങ്ങനെ നമ്മുടെ ക്രോസൊക്കെ പറന്നുപോയി ലൈറ്റ്സിലോട്ടൊക്കെ ഒന്ന് ഹിറ്റ് ചെയ്ത് അത്യാവശ്യം നല്ല സൈസുള്ള ചീവീടുകളൊക്കെ ആയിരുന്നു. അത്രയും സൈസുള്ള ചീവീടിനെ നമ്മൾ കണ്ടൊന്നുമില്ലായിരുന്നു. അല്ലെ തന്നെ ചീവീടിനെ നമ്മൾ അങ്ങനെ കാണാറില്ലാത്തൊരു സംഭവമായിരുന്നു. അപ്പോൾ ഇത്രയും സൈസുള്ള ചീവീട് നമുക്ക് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടുത്തെ ഫുഡൊക്കെ എന്താണെങ്കിലും ഡെഫിനറ്റ്ലി നല്ല ഫുഡുകളായിരുന്നു. അപ്പോൾ ഇതിൽ ഞാൻ നോമ്പായിരുന്നു. അപ്പം ഞാൻ ഡിന്നർ ഇന്നലെ കഴിച്ചു. ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിക്കുന്നില്ല. പക്ഷേ ചേട്ടൻ നമുക്ക് വെളുപ്പിനെ എനിക്ക് അത്താഴം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 4 മണിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയുള്ള സാധനമൊക്കെ ചേട്ടൻ ഇന്നലത്തെ ഡിന്നറിൽ നിന്ന് നമുക്ക് അറേഞ്ച് ഒക്കെ ചെയ്തു തന്നു. അപ്പോൾ ചേട്ടൻ അടിപൊളിയായിരുന്നു. ഇവിടുത്തെ ഒരു ടോട്ടൽ ഒരു ഓവറോൾ എക്സ്പീരിയൻസ് അടിപൊളിയാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി 10 സ്റ്റേഷനൊക്കെ പോകുമ്പോഴേക്കും നമ്മുടെ ഇവിടുത്തെ ടോയ്ലറ്റ്സ് ഒക്കെ എപ്പോഴും നല്ല പ്രശ്നമായി മാറാറുണ്ട്. പക്ഷേ ഇവിടുത്തെ ടോയ്ലറ്റ്സ് വെൽ മെയിൻറ്റൈൻഡ് അടിപൊളി ടോയ്ലറ്റ്സ്. അതിൽ 2 കാരണങ്ങളുണ്ടാവും. ഒരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെതായ ഒരു അഡ്വാൻറ്റേജും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. എനിവൈസ് അതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് നമുക്ക് ഭയങ്കര പോസിറ്റീവ് ആയിരുന്നു. അടിപൊളി. ഇവനെ എടാ എങ്ങനെയുണ്ട് ഇവിടുത്തെ പരിപാടികളൊക്കെ? പ്രത്യേകിച്ച് നമ്മൾ മാത്രമുള്ളതുകൊണ്ട് കിങ് സ്റ്റേ ഞാൻ പറയാൻ. പിന്നെ ഇവനുണ്ടല്ലോ ടോം, ഇവൻ ബേസിക്കലി കപ്പലിലാണ്. നിനക്ക് ഈ കപ്പലിൽ വളരെ കുറച്ച് ആളുകളെ മാത്രം കണ്ടുകൊണ്ട് നാളുകൾ മാസങ്ങൾ കപ്പലിൽ നീ എങ്ങനെയാണ് തള്ളി നിൽക്കുന്നത്? ഞാൻ ജനറലി ഒരു ആന്റി സോഷ്യലാണ്. വളരെ ഞാൻ എന്താണോ ഇങ്ങനെ ആയിപ്പോയത്? താൻ ചിന്തിച്ചിട്ടുണ്ടോ അത്? ഇവിടെ താഴെ വേറെ 2-3 ടെൻസും കൂടി ഉണ്ട്. അപ്പോൾ ആ സൈഡും കൂടെ ഒന്ന് കാണിച്ചു തരാവേ. ഇതുകൊണ്ട് ഫുൾ ഏലത്തോട്ടമാണ്. എനിക്ക് തോന്നുന്നു കുറച്ച് മഞ്ഞൊക്കെയുള്ളൊരു ടൈമൊക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പം നമ്മൾ ഭയങ്കര ഒരു ഡ്രൈ ക്ലൈമറ്റിൽ വന്നതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഇവിടെ വേറെയുള്ള ഒരു 4 ടെൻറ്റുകൾ. പക്ഷെ ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഡിഫറെൻ്റ് ആണ്. നമുക്ക് കിട്ടിയെന്ന് വെച്ചാൽ നല്ലൊരു ഹൈറ്റ് എന്നുള്ളൊരു വ്യൂ കിട്ടി. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ചും കൂടെ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്ന ഒരു സ്ഥലത്തോട്ട് ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്താ സംഭവം എന്നൊന്നും അറിയില്ല. അതെ, ഇവിടെ സ്ലിപ്പറി റോക്സ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇവരെന്തോ പരിപാടികൾ ഒക്കെ ചെയ്തു പ്ലാനിങ് ആണെന്ന് തോന്നുന്നു. ചെറിയൊരു പൂൾ സെറ്റപ്പ് എന്തോ ആണെന്ന് തോന്നുന്നു. റെഡി ആയിട്ടില്ല. സ്ലിപ്പറി റോക്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ പിന്നെ മഴയും പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് സ്ലിപ്പ് ആവില്ല എന്ന് വിചാരിക്കുന്നു. പക്ഷെ ഇവിടെ വേറെ ഇപ്പം ഒരു കാട് വൈബ് കിട്ടുന്നുണ്ട്. കെവിനി എത്തി നോക്കിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഫിസിക്സ് ലാബായിരുന്നു. അപ്പോൾ ഈ ഫിസിക്സ് ലാബിൽ വെച്ചിട്ട് ഞങ്ങൾക്കൊരു ഹിസ്റ്ററി ഉണ്ട്. ഫിസിക്സ് ലാബിൽ ഒരു ഹിസ്റ്ററി ഉണ്ട്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തെ എടാ എന്തൊക്കെ പോയിട്ടുണ്ട്. ലെൻസ് അടിച്ചുകൊണ്ട് പോയി, പിന്നെ കാലിബർ വളച്ചു വെച്ചു, ലെൻസ് അടിച്ചുകൊണ്ട് പോയി. അപ്പം സംഭവിച്ചത് ഞങ്ങൾക്ക് ആർക്കും ഇത് അറിയില്ലായിരുന്നു. അല്ല, അപ്പൊ സംഭവിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല. ഇതില് സത്യാവസ്ഥ എന്താ വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല ആരാണ് ലെൻസ് അടിച്ചുകൊണ്ട് പോയെന്നും ക്യാരപ്പൻ കളിച്ചത്. പക്ഷെ സംഭവിച്ചത് ഞങ്ങളെ ഇവിടെയൊക്കെ ഞങ്ങൾ ഇങ്ങനെ നിർത്തി. എന്നിട്ട് വീട്ടിൽ നിന്ന് ആള് വന്നു. വീട്ടിൽ നിന്ന് ആള് വന്നപ്പോൾ ഞങ്ങൾ ഉള്ളിൽ കയറ്റി. എന്നിട്ട് അവർ പോയപ്പോൾ ഞങ്ങൾ തിരിച്ച് പുറത്തിറക്കി നിർത്തി. നല്ല അടിപൊളി വൈബായിരുന്നു. ക്ലാസ്മേറ്റ്സ് സിനിമയിലെ മിസ്റ്ററി പോലെ ഇതുവരെ സോൾവ് ആയിട്ടില്ല. ഇപ്പോഴും അറിയില്ലല്ലോ. അവിടെ വെച്ച് ഗംഗയിൽ നിന്നും ഒരു പ്രത്യേക തരം സൈക്കിക് വൈബ്രേഷന്റെ അനുഭവം എനിക്ക് കിട്ടാൻ തുടങ്ങി.